1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിന്റെ സെമി ഫൈനലിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷുകാരനായ ഡെറിക് റെഡ്മോണ്ട്. അങ്ങനെ ആവേശകരമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കാലിലെ പരിക്കങ്ങ് വില്ലനായി, കാല് വേദനിച്ചു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് മുടന്തിയായി ഓട്ടം. പക്ഷെ കുറച്ചുകൂടി ദൂരം പോകുമ്പോഴേക്ക് വേദന കലശലായി മുടന്തിയിട്ട് പോലും ഓടാൻ പറ്റാതെ ഡെറിക് പാതി വഴിയിൽ ഓട്ടം നിർത്തി വീണു പോവുകയാണ്. പക്ഷെ ആ സമയത്ത് ലോകത്തെ മൊത്തം അമ്പരപ്പിച്ചുകൊണ്ടൊരു സംഭവം ആ സ്റ്റേഡിയത്തിൽ നടന്നു. കാണികളുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് പ്രായമായ ഒരാള് സെക്യൂരിറ്റി ജീവനക്കാരെയൊന്നും വകവെക്കാതെ അവരെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ ട്രാക്കിലേക്ക് ഓടിച്ചാടി അങ്ങ് കയറി വന്നു. എന്നിട്ട് വീണ് കിടക്കുന്ന റെഡ്മോണ്ടിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവനോട് തോളോട് തോൾ ചേർന്ന് അവന്റെ കൂടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഈ ട്രാക്കിലൂടെ പതുക്കെ നടക്കാൻ തുടങ്ങി. അധികം താമസിയാതെ തന്നെ കണ്ടുനിന്ന ലോകത്തിന് മനസ്സിലായി ഇത് റെഡ്മോണ്ടിന്റെ ഫാദർ തന്നെയാണ്, മറ്റാരുമല്ലാന്ന്. ഇത് മനസ്സിലാക്കിയ അതോറിറ്റിയും അവരെ ഒരുമിച്ച് ട്രാക്കിൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നടക്കാൻ അനുവദിച്ചു. എങ്കിലും ആ സെമി ഫൈനലിൽ ഡെറിക് റെഡ്മോണ്ട് എന്ന ആ ഓട്ടക്കാരൻ അതിദയനീയമായി പരാജയപ്പെട്ടു. പക്ഷേ കണ്ടുനിന്ന കാണികളുടെ ഒന്നടങ്കം മനസ്സ് വിജയിക്കാൻ ആ അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾക്ക് സാധിച്ചു.